അജ്ഞാതനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വലിയ ഡിമാൻഡാണ്. പ്രേക്ഷകർക്ക് വലിയ കൗതുകമാണ്. ആ വാർത്തകൾ നിർബന്ധമായും കാണും. നമുക്കറിയാം, ഈ അജ്ഞാതൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റ് കാനഡയിലും ഒക്കെ പോയിട്ട് തട്ടിക്കളയുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഈ അജ്ഞാതൻ്റെ വാർത്തകളായിട്ട് പൊതുവിൽ കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അജ്ഞാതനെക്കുറിച്ച് അജ്ഞാത ആക്രമണം ആണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അജ്ഞാത ആക്രമണം നടന്നത് ഇറാനിലാണ്. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന സംഭവം ഇപ്പോൾ ലോകത്ത് വലിയ ചർച്ചയാണ്. പുലർച്ചെ 6:30 ഇറാനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇറാനിലെ ബുഷഹർ ആണവ കേന്ദ്രം, സിസ്താൻ, ബലൂജ്, അവിടുത്തെ ബലൂജ് പ്രോവിൻസ്, അച്വാസ്, ചാബഹാർ നഗരങ്ങൾ, ഇവിടെയൊക്കെ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടന്നു. അതിന് തൊട്ടു മുമ്പ് 90 ടാർഗറ്റുകൾ അമേരിക്ക ആക്രമിച്ചു. അത് വൈകിട്ട്. പക്ഷെ പുലർച്ചെ 6:30 എവിടെ നിന്നോ വിമാനങ്ങൾ വന്നിട്ട് ഈ ബുഷഹർ ആണവ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആക്രമിച്ചിട്ട് ആ വിമാനങ്ങൾ തിരിച്ചുപോയി. ആ വിമാനങ്ങൾ ആരുടേതാണ്? അമേരിക്ക പറയുന്നതും ഞങ്ങളുടെയല്ല, ഇസ്രായേൽ പറയുന്നതും ഞങ്ങളുടെയല്ല. പിന്നെ ആര് ഇറാനെ ആക്രമിച്ചു? ഇതൊരു വലിയ ചോദ്യമാണ്. ഇറാൻ മിണ്ടുന്നുമില്ല. ഇറാൻ ആകെ പറയുന്നത് ബുഷഹർ ആണവ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയവർ ഓർക്കണം, അവിടെ നിന്ന് റേഡിയേഷൻ ഉണ്ടായാൽ തൊട്ടടുത്തുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് അണുവികിരണം ചോർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നൊരു പ്രതികരണം മാത്രമാണ് ഇറാൻ നടത്തിയത്. സാധാരണ ഇറാൻ പറയും, ഞങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചവരെ ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആരെ തിരിച്ചടിക്കും? ഇറാൻ അറിയില്ല ആരാണ് ആക്രമിച്ചതെന്ന്. ഇപ്പോൾ സാധാരണ പറന്നു വരുന്ന വിമാനങ്ങളെയൊക്കെ ട്രേസ് ചെയ്തും കണ്ടെത്തിയൊക്കെ ഏത് രാജ്യത്തിൻ്റെ വിമാനമാണെന്നൊക്കെ അറിയാൻ പറ്റും. വന്നു വീണ്ടിരിക്കുന്ന ബോംബുകളുടെയും ഷെല്ലുകളുടെയും മിസൈലുകളുടെയൊക്കെ അവശിഷ്ടം നോക്കിയാൽ ആരാണ് ആക്രമിച്ചതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവർ തമ്മിൽ, അമേരിക്കയും ഇറാനും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ കയറി ഇതൊരു 4 അടി ഇറാന് കൊടുത്തിട്ട് പോയതാണ്. ആരാകും എന്നാണ് ലോകം ചോദിക്കുന്നത്. ഉത്തരം ചിലർക്കൊക്കെ അറിയാം, പക്ഷേ ആരും പറയുന്നില്ല. ഇറാനൊട്ട് പറയുന്നുമില്ല. പ്രധാനമായും സംശയത്തിൻ്റെ വിരൽ ചൂണ്ടപ്പെടുന്നത് ആർക്ക് നേർക്കാണെന്നറിയാമോ? UAE നേർക്കാണ്. കാരണം UAE ഈ യുദ്ധമുണ്ടായതിനു ശേഷം വല്ലാതെ അനുഭവിച്ച രാജ്യമാണ്. വല്ലാതെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഏതാണ്ട് 2200 ആക്രമണങ്ങളാണ് UAEക്ക് നേരെ നടന്നത്. അബുദാബി ആക്രമിക്കപ്പെട്ടു, ദുബായ് ആക്രമിക്കപ്പെട്ടു. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും 2200 തവണ ഇറാൻ അടിച്ചു. 500 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ UAEയിൽ വന്ന് വീണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. UAE എന്ന് പറയുന്ന രാജ്യം ദുബായ് ഉൾപ്പെടെ ഏറ്റവും വലിയ ആളുകളുടെ നിക്ഷേപ സുരക്ഷിത താവളം എന്ന് കരുതപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ആക്രമണങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ട് UAE ആയിരിക്കുമോ എന്നൊരു സംശയം. പക്ഷേ UAE മാത്രമല്ല, സൗദി അറേബ്യയുടെ നേരെ 1200 ആക്രമണങ്ങൾ നടന്നു, കുവൈറ്റിൻ്റെ നേരെ 1000 ആക്രമണങ്ങൾ നടന്നു, ബഹ്റിനിൽ 700 മിസൈലുകളാണ് വന്നു വീണത്, ഖത്തറിലാണെങ്കിൽ 700 ആക്രമണങ്ങൾ നടന്നു. അതിൽ 203 മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട എണ്ണപ്പാടം ആക്രമിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ആക്രമിക്കപ്പെട്ടു. ഏറ്റവും കുറച്ച് ആക്രമണം നേരിട്ടത് ഒമാനാണ്. 26 മിസൈലുകൾ മറ്റാണ് ഒമാനിൽ വന്നു വീണത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളാകെ വല്ലാതെ പൊറുതി മുട്ടിയിരുന്നു ഇറാൻ്റെ ഈ ആക്രമണം കൊണ്ട്. അപ്പോൾ ആക്രമണം ഞങ്ങൾ നിർത്തി എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം പിന്നെ ആരാക്രമിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വാഭാവികമായും അത് UAEക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, UAE ഇതിനു മുമ്പ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും രഹസ്യ സഹായത്തോടെ ഇൻ്റലിജൻസ് ഇൻപുട്ടുകളെ ആധാരമാക്കി അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നടന്ന ആക്രമണം എന്ന് പറയുന്നത് മിറാഷ് 2000 വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പതുക്കെ പുറത്ത് വരുന്ന വിവരങ്ങൾ. അത്തരം വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലില്ല, ഇസ്രായേലിൻ്റെ കയ്യിലുമില്ല. അത്തരം വിമാനങ്ങൾ കാര്യമായുള്ളത് UAEയുടെ പക്കലാണ്. UAEയുടെ പ്രസിഡന്റ് നഹ്യാൻ MBZ മുമ്പൊരിക്കൽ പറയുകയും ചെയ്തു, ഞങ്ങളെ ഇങ്ങനെ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്,
ഞങ്ങളൊരു ദുർബലമായ രാജ്യമാണ് എന്ന് കരുതരുത്. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞ UAE ഇതിനിടയ്ക്ക് ചില ആക്രമണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായത്തോടു കൂടി ഇറാനിൽ നടത്തിയിട്ടുമുണ്ട്. അത് മാത്രമല്ല, അലൈനിൽ ഈ യുദ്ധത്തിനിടയ്ക്ക് താൻ പറന്നു വന്നിറങ്ങി MBSുമായി ചർച്ച നടത്തി എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് യുദ്ധത്തിനിടയ്ക്ക് നെതന്യാഹു ഇസ്രയേലിൽ നിന്ന് പറന്ന് UAEയിലെത്തി MBSുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം. അതുമാത്രമല്ല, UAEയുടെ ഒരു ചരക്ക് വിമാനം ഇസ്രയേലിൽ വന്നിറങ്ങി എന്നൊരു വാർത്തയും ഇതിനിടയ്ക്ക് വന്നിരുന്നു. എന്തിനാണ് ഒരു സൈനിക ചരക്ക് വിമാനം ഇസ്രയേലിൽ വന്നിറങ്ങിയത്? ഡ്രോണുകളോ അങ്ങനെയുള്ള ആയുധങ്ങളോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സൂചന അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരാക്രമണമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയത്. അപ്പോൾ തിരിച്ചടിക്കാനുള്ള അവകാശം സ്വാഭാവികമായും ആക്രമിക്കപ്പെടുന്നവർക്കുണ്ട്. അവർ പറഞ്ഞത് എന്താണ്? ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ, UAE ഉൾപ്പെടെയുള്ള, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയ ആക്രമണം പിന്നീട് സിവിലിയൻ മേഖലയിലേക്ക് മാറി. വ്യാപാര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഹോട്ടലുകൾ ആക്രമിക്കപ്പെട്ടു. അതൊന്നും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളല്ലല്ലോ. അപ്പോൾ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ, കൊല്ലുന്ന തരത്തിലേക്കുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മാറിയപ്പോൾ സ്വാഭാവികമായും തിരിച്ചടിക്കേണ്ട അവസ്ഥയിലേക്ക് UAE മാറിയിട്ടുണ്ട്, സൗദി മാറിയിട്ടുണ്ട്. സൗദിക്കും UAEക്കും ഒക്കെ അത്യാവശ്യം മികച്ച വ്യോമ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഭേദപ്പെട്ട സൈന്യം തന്നെയാണ്. യമനിൽ കണ്ടു, സൗദി അറേബ്യ നടത്തിയ ആക്രമണം, UAE നടത്തിയുള്ള ആക്രമണം ഒക്കെ കണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒന്നാം തരം യുദ്ധവിമാനങ്ങളും ആധുനിക ആയുധങ്ങളും ഒക്കെ ഉണ്ട്. UAE ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് വാങ്ങാൻ പോവുകയാണ്, അസ്ത്ര വാങ്ങാൻ പോവുകയാണ്, അപ്പോൾ ആകാശ് തീർ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വ്യോമ പ്രതിരോധ സന്നാഹങ്ങളും ആക്രമിക്കാനുള്ള മിസൈലുകളും ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വാങ്ങാൻ UAE തയ്യാറായിരിക്കുന്നു. അപ്പോൾ UAE ആണ് ഈ അജ്ഞാതൻ എന്ന് പറയാതെ പറയുന്നുണ്ട് പ്രതിരോധ സൈറ്റുകൾ എല്ലാം. ഏതായാലും UAE ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ അത് തുറന്നു പറയാത്തത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. കാരണം UAE കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്ന് പരസ്യമായി വന്ന്, അതല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ മൂന്നാമതൊരു കക്ഷി കൂടി സജീവ പങ്കാളിയായിരിക്കുന്നു എന്ന് പറയാൻ ഇറാന് മടിയുണ്ട്. കാരണം തങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ തങ്ങളോടൊപ്പമാണ്, അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുന്നു, ഇസ്രയേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ ചേർന്നിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നത് ഇറാൻ ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഇറാൻ മൗനം അവലംബിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല അടി കിട്ടി. അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനേക്കാളും ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിനേക്കാളും നല്ല പ്രഹരമാണ് ഇറാന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 6:30 മണിക്ക് കിട്ടിയത്. അതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആരും ഏറ്റെടുക്കുന്നില്ല. ഇനി ഇറാനിൽ തന്നെയുള്ള ആളുകൾ, ഈ കുർദ് പോരാളികൾക്ക് അമേരിക്ക ആയുധം കൊടുത്തിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണോ എന്ന് സംശയിക്കാം. പക്ഷേ അവർക്ക് വിമാനങ്ങളില്ലല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ചില മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചില വെടിവെപ്പും ഒക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം, അതായത് കൃത്യമായി നേരത്തെ പറഞ്ഞ ബുഷഹർ ഉൾപ്പെടെയുള്ള ചാബഹാർ പോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തെരഞ്ഞു പിടിച്ച് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തണമെങ്കിൽ കൃത്യമായ ഇൻ്റൽ ഇൻപുട്സ് കൂടി കിട്ടിയിട്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആരെന്നുള്ളത് ഏതായാലും വൈകാതെ നമ്മൾ അറിയും. ഏതായാലും അജ്ഞാതൻ്റെ ആക്രമണത്തിൻ്റെ പട്ടികയിലാണ് ഇതും പോയിരിക്കുന്നത്. അപ്പോൾ അജ്ഞാതൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മാത്രമല്ല, വേണ്ടി വന്ന ഇറാനിലും അജ്ഞാതൻ ഇറങ്ങുമെന്ന് തെളിയിക്കുന്നു. അജ്ഞാതൻ്റെ അവിടുത്തെ ലക്ഷ്യം വേറെയാണ്, അവിടുത്തെ അജ്ഞാതൻ്റെ സ്വഭാവവും വേറെയാണ്, അവിടുത്തെ അജ്ഞാതനും വേറെയാണ്. ഏതായാലും അജ്ഞാതൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരാവേശം ഉണ്ടാകുന്നുണ്ട്. ഏതായാലും തിന്മയെ നശിപ്പിക്കാനാണ് അജ്ഞാതൻ ഇറങ്ങുന്നത്. പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഇപ്പോൾ ഇറാനിലാണെങ്കിലും തിന്മയെ നശിപ്പിക്കാൻ അജ്ഞാതൻ വരുന്നു എന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു വാർത്തയാണ്. നമുക്ക് പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.